ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ചിപ്സ്. ഇതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ സ്റ്റോറി എഴുതേണ്ടത്. ഒരു ഷോർട്ട് സ്റ്റോറി ആക്കിയിട്ട് എഴുതുക. നരേറ്റ് ദി സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. നിങ്ങളുടേതായ വേർഡ്സിൽ ഈ സ്റ്റോറി നരേറ്റ് ചെയ്യാനാണ് പറഞ്ഞതല്ലേ. നിങ്ങൾക്ക് എന്താണ് ഇവിടെ പിക്ചേഴ്സ് വരക്കാം അല്ലേ, ഡ്രോ ചെയ്തിട്ട് മനോഹരമാക്കാം. ഓക്കെ, ഞാനിവിടെ ആ സ്റ്റോറി ഷോർട്ടാക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ പിക്ചേഴ്സിലുള്ളതൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണം അല്ലേ. എന്താണ്, ഒരു ദിവസം വൺ ഡേ എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ഇൻ ദി സീ. സീയിൽ ഗോൾഡ് ഫിഷ് എന്തായിരുന്നു, നീന്തുകയായിരുന്നു, സ്വിം ചെയ്യുകയായിരുന്നു. ഹീ സോ ഹിസ് ഫ്രണ്ട്സ് സ്വിമ്മിങ് ഇൻ ദി സെയിം വേ. അപ്പോൾ എന്ത് കണ്ടു അല്ലേ, അവൻ്റെ ഫ്രണ്ട്സ് എന്താണ് അതേ വഴിയിലൂടെ സെയിം വേല നീന്തുന്നത്, സ്വിം ചെയ്യുന്നത് അവൻ കണ്ടു. ഹി ടു ഫോളോഡ് ദം. അവനെന്താണ് അവരെ ഫോളോ ചെയ്തു, പിന്തുടർന്നു. ഹി റീച്ച്ഡ് നിയർ എ ബ്യൂട്ടിഫുൾ പാലസ്. എവിടെ എത്തി, എത്തി നിയർ എ ബ്യൂട്ടിഫുൾ പാലസ്. ഒരു ബ്യൂട്ടിഫുൾ പാലസിൻ്റെ അടുത്ത് അല്ലേ, കൊട്ടാരത്തിൻ്റെ അടുത്തെത്തി. ദി പാലസ് വാസ് ഡെക്കറേറ്റഡ് വിത്ത് ജെംസ് ആൻഡ് പേൾസിലെ. ആ പാലസ് എന്തായിരുന്നു, ആ കൊട്ടാരം ഡെക്കറേറ്റ് ചെയ്തിരുന്നു, അലങ്കരിച്ചിരുന്നു. വിത്ത് ജെംസ് ആൻഡ് പേൾസിലെ, മുത്തുകളും പവ്യങ്ങളും വെച്ചിട്ട് അലങ്കരിച്ചിരുന്നു. അറ്റ് ദാറ്റ് ടൈം എ ബ്യൂട്ടിഫുൾ മെർമെയ്ഡ് അപ്പിയർഡ് നിയർ ദി പാലസ് വിൻഡോ. അറ്റ് ദാറ്റ് ടൈം, ആ സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ മെർമെയ്ഡ്, ഒരു മത്സ്യകന്യക, അതായി പിക്ചറിലുള്ള മത്സ്യകന്യക അപ്പിയർഡ്, പ്രത്യക്ഷപ്പെട്ടു. നിയർ ദി പാലസ് വിൻഡോ, പാലസിൻ്റെ ജനലിൻ്റെ അടുത്തില്ലേ, വിൻഡോൻ്റെ അടുത്ത് ഒരു മത്സ്യകന്യക മെർമെയ്ഡ് അപ്പിയർ ചെയ്തു, പ്രത്യക്ഷപ്പെട്ടു. ഈ പിക്ചറിലുള്ളൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലേ, ആരാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി ചെയ്തേണ്ടത്. ആൾ ദി ഫ്രണ്ട്സ് ഓഫ് ദി ഗോൾഡ് ഫിഷ് പ്രസൻറ്റഡ് ഗിഫ്റ്റ് ടു ദി മെർമെയ്ഡ് ആൻഡ് വിഷ്ഡ് ഹെർ എ ഹാപ്പി ബർത്ത്ഡേ. അല്ലേ, എല്ലാ ഫ്രണ്ട്സും, ഗോൾഡ് ഫിഷിൻ്റെ എല്ലാ ഫ്രണ്ട്സും എന്താണ്, ഗിഫ്റ്റ്, സമ്മാനങ്ങൾ പ്രസൻറ്റ് ചെയ്തു കൊടുത്തു. ടു ദി മെർമെയ്ഡിന്, മത്സ്യകന്യകക്ക്. ആൻഡ് വിഷ്ഡ് ഹെർ എ ഹാപ്പി ബർത്ത്ഡേ. എന്ത് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു അല്ലേ. ഇതെന്താണ്, മെർമെയ്ഡ് എന്നാണ്, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വന്നു പോയതാണ്. മെർമെയ്ഡ്, മത്സ്യകന്യക. ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്തു. ദേ കട്ട് ദി കേക്ക് ആൻഡ് ബിഗിൻ ദി ബർത്ത്ഡേ പാർട്ടി. അവരെന്താണ് കേക്ക് കട്ട് ചെയ്തു അല്ലേ. എന്തായിരുന്നു സെലിബ്രേഷൻ എന്ന് ചോദിച്ചിരുന്നല്ലേ, ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അവരെന്താണ് കട്ട് ചെയ്തു, കേക്ക് കട്ട് ചെയ്തു. ആൻഡ് ബിഗിൻ ദി ബർത്ത്ഡേ പാർട്ടി, എന്ത് ബർത്ത്ഡേ പാർട്ടി തുടങ്ങി. ദേ പ്ലേഡ് മ്യൂസിക് ആൻഡ് സ്റ്റാർട്ടഡ് ടു ഡാൻസ്. അവരെന്താണ് മ്യൂസിക് പ്ലേ ചെയ്തു, എന്നിട്ട് എന്താണ് ഡാൻസ് കളിക്കാൻ തുടങ്ങി. അറ്റ് ദാറ്റ് ടൈം സഡൻലി എ ഡോൾഫിൻ വിസിൽ ലൗഡ്ലി. ആ സമയം സഡൻലി, പെട്ടെന്ന് ഒരു ഡോൾഫിൻ എന്താണ് വിസിൽ ചെയ്തു അല്ലേ, ഉറക്കെ, ലൗഡ്ലി ആയിട്ട് ഉറക്കെ ഉച്ചത്തിൽ എന്താണ് വിസിലടിച്ചു. ഇവിടെ ആരായിരുന്നു വിസിലടിച്ചതെന്ന് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തണം അല്ലേ. ഡോൾഫിനാണ് വിസിലടിച്ചത്. ആൾ ഓഫ് ദി ഫിഷസ് സ്റ്റോപ്പ്ഡ് ദി പാർട്ടി ആൻഡ് വെൻ നിയർ ടു ഡോൾഫിൻ. അപ്പോൾ എന്താണ്, എല്ലാ ഫിഷസ് എന്താണ് പാർട്ടി സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിട്ട് വെൻറ്റ് നിയർ ടു ഡോൾഫിൻ, ഡോൾഫിൻ്റെ അടുത്തേക്ക് പോയി. ദി ഡോൾഫിൻ സെഡ് ദം ദാറ്റ് ദി ഹ്യൂമൻ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് ദി പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദർ സീ. ഡോൾഫിൻ എന്താണ് പറഞ്ഞത്, സെഡ് ദം ദാറ്റ്, അവരോട് പറഞ്ഞു. ദി ഹ്യൂമൻ ആർ കമ്മിങ് അഗെയിൻ, എന്താണ് മനുഷ്യന്മാരെന്താണ് വീണ്ടും വരുന്നുണ്ട്. ടു ഡംപ് ദി പ്ലാസ്റ്റിക് വേസ്റ്റ്, പ്ലാസ്റ്റിക് വേസ്റ്റ് തള്ളാൻ വേണ്ടിയിട്ട്, കടലിൽ തള്ളാൻ വേണ്ടിയിട്ട്, ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇൻ ദർ സീ അല്ലേ, അവരുടെ കടലിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്, തള്ളാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആൾ ഓഫ് ദം ഡിസൈഡഡ് ടു ഡ്രൈവ് ദി ഹ്യൂമൻ ഔട്ട് ഓഫ് ദി സീ. ആൾ ഓഫ് ദം, എല്ലാവരും എന്ത് ചെയ്തു, ഡിസൈഡ് ചെയ്തു, തീരുമാനിച്ചു. ടു ഡ്രൈവ് ദി ഹ്യൂമൻ ഔട്ട് ഓഫ് ദി സീ അല്ലേ, ആ മനുഷ്യന്മാരെന്താണ് അവിടെ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട്, സീന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ബിക്കോസ്, കാരണം മെനി ഓഫ് ദർ ഫ്രണ്ട്സ്, അവരുടെ കുറേ ഫ്രണ്ട്സ് എന്താണ് ഡൈഡ്, മരിച്ചിട്ടുണ്ട്. ഈറ്റിംഗ് ദി പ്ലാസ്റ്റിക് വേസ്റ്റ്, ആ പ്ലാസ്റ്റിക് വേസ്റ്റ് കഴിച്ചത് കൊണ്ട് കുറേ ആൾക്കാർ, അവരുടെ കുറേ ഫ്രണ്ട്സ് മരിച്ചിട്ടുണ്ടെന്ന് പറയാണ്. എവ്രി വൺ വെൻ നിയർ ടു ദി ബോട്ട്, എല്ലാവരും എന്താണ് ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ആൻഡ് ദാറ്റ് ടെറിഫൈഡ് ദോസ് മെൻ, അതെന്താണ് ആ മനുഷ്യന്മാരെന്താണ് ടെറിഫൈഡ് ചെയ്തു, പേടിപ്പിച്ചു അല്ലേ, പേടിപ്പെടുത്തി. ദി മെൻ ബെഗ്ഡ് ഫോർ ദെയർ ലൈഫ് അല്ലേ, അവരുടെ എന്താണ് ആ മനുഷ്യന്മാരെന്താണ് ബെഗ് ചെയ്തു, യാചിച്ചു. ഫോർ ദെയർ ലൈഫ്, അവരുടെ ജീവന് വേണ്ടിയിട്ട് യാചിച്ചു. ദി പ്രിൻസസ് വാണ്ട് ആൻഡ് ലെറ്റ് ദം ഗോ. പ്രിൻസസ് എന്താണ് അവരെ വാൺ ചെയ്തു അല്ലേ, ആൻഡ് ലെറ്റ് ദം ഗോ, അവരെ വിട്ടയച്ചു, ഇനി ഇടരുതെന്ന് പറഞ്ഞിട്ട് വാൺ ചെയ്തു അല്ലേ. ലാസ്റ്റ് എട്ടാമത്തെ എന്താണ്, പ്രിൻസസ് അവരെ എന്താണ് പണിഷ് ചെയ്തോ എന്ന് ചോദിച്ചിട്ടില്ലേ, പണിഷ് ചെയ്തിട്ടില്ല, അവരെ വാൺ ചെയ്ത് വിടുകയാണ് ചെയ്തതല്ലേ. എന്താണ് ഇനി ആവർത്തിക്കരുതെന്ന് പറഞ്ഞ ഒരു വാണിംഗ് കൊടുത്തു, അവസാനമായിട്ട് ഒരു താക്കീത് കൊടുത്തു, എന്നിട്ട് അവരെ വിട്ടയച്ചു, പറഞ്ഞയച്ചു അല്ലേ. നമ്മുടെ ഈ ഫുൾ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഷോർട്ട്, ഒറ്റ പേജിൽ ഷോർട്ട് സ്റ്റോറി ആക്കിയിട്ട് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.